ഹലോ ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഇന്ന് ഞാൻ ഒരു ടിപ്സുമായിട്ടാണ് വന്നിരിക്കുന്നത്. എൻ്റെ ഒരു അഭിപ്രായം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോഴേ നിങ്ങൾ എൻ്റെ വീഡിയോ കാണുമ്പോഴുണ്ടല്ല ഒന്ന് ഫുള്ളായിട്ട് കാണണേ. അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടണേ. അപ്പോൾ എൻ്റെ മക്കളെല്ലാം കേട്ട് എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും കേട്ട് എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാനിന്ന് പറയാൻ വന്നത് എന്താണെന്ന് വെച്ചാൽ വ്യക്തി ശുചിത്വത്തിനെക്കുറിച്ചാണ്. വ്യക്തി ശുചിത്വം എന്ന് പറഞ്ഞാൽ നമ്മൾ ജനിച്ച് വളർന്നു വരുന്ന ആ ഒരു സാഹചര്യമുണ്ട്. ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ നമ്മളവരെ ശുചിത്വം പഠിപ്പിക്കുക. അതായത് നമ്മളവരെ കുളിപ്പിക്കുമ്പോൾ അവരോട് പറയുക കുളിക്കുന്നത് നമ്മുടെ ബോഡി, നമ്മുടെ ശരീരത്തിൻ്റെ അഴുക്ക് കളയാനാണ്. അതുപോലെ നമ്മുടെ ശരീരത്തിലുള്ള അഴുക്ക് നമ്മുടെ കുട്ടികളോട് അത് പറഞ്ഞ് മനസ്സിലാക്കേണ്ട ഒരു അവസ്ഥയാണ്. നമുക്ക് അത് പറഞ്ഞു കൊടുക്കണം അവർക്ക്. നമുക്ക് അത് അഴുക്ക് കളയാനാണ് നമ്മൾ കുളിക്കണം. അതുപോലെ പല്ല് തേക്കുമ്പോഴാണെങ്കിലും നമ്മൾ കുഞ്ഞു മക്കളോട് പറയണം, പല്ലിലേ അണുക്കളൊക്കെ ഉണ്ടാവും, അത് കളയാനാണ് നമ്മൾ, അല്ലെങ്കിൽ നമ്മുടെ വയറ്റിൽ പോകുമോനെ എന്ന് പറഞ്ഞ് അത് മനസ്സിലാക്കിക്കൊണ്ട് പല്ല് തേപ്പിക്കാൻ ശ്രമിക്കുക. അതുപോലെ ഓരോ വയസ്സിലും ഓരോ ഘട്ടത്തിലും നമ്മൾ അവരെ ശുചിത്വം പറഞ്ഞ് മനസ്സിലാക്കുക. അപ്പോൾ അവർക്ക് കാര്യങ്ങൾ മനസ്സിലാവും. അതുപോലെ ഫുഡ് കൊടുക്കുമ്പോൾ മിക്ക കുട്ടികളും കേട്ടിട്ടുണ്ട് ഇങ്ങനെ തൂക്കും. എൻ്റെ കുട്ടികളും തൂക്കും. അപ്പോൾ അവരോടത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം, മോനെ അങ്ങനെ തൂക്കരുത്, അങ്ങനെ അത് ചെയ്യണം, തെറ്റാണ്. നമ്മൾ കഴിച്ചു കഴിയുമ്പോൾ പോയി മുഖം വായും ഒക്കെ കഴുകണം. അതെങ്ങനെയാണ് കഴുകണ്ടതെന്ന് നമ്മളത് കാണിച്ചു കൊടുക്കും. അപ്പോൾ അവർ ഒരു പ്രാവശ്യം 2 പ്രാവശ്യം പറഞ്ഞു കഴിയുമ്പോൾ അവർക്കത് മനസ്സിലാവും. അപ്പം നിങ്ങളതുപോലെയൊക്കെ ചെയ്യുക. അതിനുശേഷം മുതിർന്നു വരുമ്പോൾ ഓരോ പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും എടുത്തു പറയുവാണ്, ആൺകുട്ടികളായാലും അവരെ നമ്മൾ ശുചിത്വം അതുപോലെ വീട്ടിൽ നമ്മൾ പഠിപ്പിക്കുക. അവർ ബെഡ്ഷീറ്റ് അവരെ മടക്കി വെക്കാനും അവരുടെ കാര്യങ്ങൾ ചെയ്യാനും അതുപോലെ അവരെ കുളിക്കാനും അവരുടെ കാര്യങ്ങൾ, പ്രാഥമിക കാര്യങ്ങളെല്ലാം രാവിലെ തന്നെ ചെയ്യാനായിട്ട് നമ്മൾ പഠിപ്പിക്കുക. നമ്മൾ ഓരോ സ്ഥലങ്ങളിൽ അവർ പഠിച്ച് വളർന്ന് അവർ ഓരോ സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ അവരത് മെയിൻറ്റെയിൻ ചെയ്ത് പോയിക്കോളും എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. പിന്നെ ഞാനിപ്പം ഒരു ശുചിത്വം എന്ന് പറഞ്ഞപ്പോൾ ഞാനൊരു കാര്യം ആലോചിച്ചത്, ബിഗ് ബോസിൽ രേണുവിനെതിരെ ഒരു ശുചിത്വത്തിനെ പറ്റി കമൻറ്റ് പറയുകയുണ്ടായി. ഓരോ സാഹചര്യങ്ങളിൽ നമ്മൾക്ക് ചിലപ്പം ഈ പറഞ്ഞ പോലെ കുളിക്കാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും. ഇപ്പോൾ അവിടെ ആണെങ്കിൽ എല്ലാത്തിനും ഒരു നിയമങ്ങളുണ്ട്. അത് അവരുടെ ഗെയിമിൻ്റെ ഭാഗമായിട്ട് അവർക്ക് അത് കൊടുക്കണില്ല, ഇത് കൊടുക്കണില്ല, കുളിക്കാനുള്ള ഇത് ഉണ്ടാവില്ലായിരിക്കും. അപ്പം അവരത് ചെയ്യുന്നില്ല. അതായത് ഓരോ സാഹചര്യങ്ങളിൽ ഇപ്പം നമുക്ക് എവിടെയെങ്കിലും പോയി നമ്മൾക്ക് അവിടെ വെള്ളമില്ല, ഒരു തമിഴ്നാട്ടിൽ പോയി അവിടെ വെള്ളമില്ലാത്ത അവസ്ഥ വന്നാൽ നമ്മൾ ചിലപ്പോൾ 2 ദിവസം കുളിച്ചില്ല, മേല് മാത്രം ഒന്ന് കഴുകിയിട്ട് ഒരു വേളാങ്കണ്ണിയിലൊക്കെ പോകുമ്പോൾ നമുക്ക് ചില അസൗകര്യങ്ങളുണ്ടായിട്ടുണ്ട് പണ്ടൊക്കെ. ഇപ്പം ഇല്ല. നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള വെള്ളം കിട്ടില്ല, നമുക്ക് ചൂടുവെള്ളം കിട്ടില്ല. നമ്മുടെ വെള്ളം പോലത്തെ വെള്ളമല്ല അവിടെ, ഉപ്പ് വെള്ളമാണ്. അപ്പോൾ നമുക്കത് ബുദ്ധിമുട്ടായിട്ട് തോന്നും, നമ്മളത് യൂസ് ചെയ്യില്ല. അപ്പോൾ അത് ശുചിത്വക്കുറവല്ല. നമ്മുടെ വീടുകളിൽ നമ്മളെങ്ങനെ പഠിക്കുന്നുവോ അതാണ് നമ്മൾ പുറത്തു നിന്ന് കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മക്കളെയൊക്കെ നമ്മൾ കൊച്ചുമക്കളായിരിക്കുമ്പോൾ തന്നെ അവരെ നമ്മൾ ശുചിത്വം പാലിക്കാൻ നമ്മൾ പഠിപ്പിച്ചേ തീരുള്ളൂ. കാരണം അവർ സ്കൂളിൽ പോകുമ്പോഴും മറ്റുള്ള വീടുകളിൽ പോകുമ്പോഴും അവർ കാണിക്കുന്നത്, ബാത്റൂമിൽ പോയാൽ ആൺകുട്ടികൾ ബാത്റൂം യൂസ് ചെയ്യാൻ പെൺകുട്ടികളെ പഠിപ്പിക്കണം. ആൺകുട്ടികളെ പ്രത്യേകിച്ച് ബാത്റൂം യൂസ് ചെയ്യാൻ നമ്മൾ പഠിപ്പിക്കണം. കാരണം ഇങ്ങനെ നിന്ന് അവർ യൂറിൻ പാസ് ചെയ്യുമ്പോൾ അവിടെ ചുറ്റിനും ഇങ്ങനെ വീഴും. അപ്പോൾ അത് കഴിഞ്ഞ് വരുമ്പം വെള്ളം ഒഴിച്ച് അത് ക്ലീൻ ചെയ്യാൻ, അല്ലെങ്കിൽ ഹാൻഡ് ഷവർ ഒഴിച്ച് ക്ലീൻ ചെയ്യാൻ അവരെ പഠിപ്പിക്കണം. അതുപോലെ ബാത്റൂം യൂസ് ചെയ്തതിന് ശേഷം കൈ സോപ്പിട്ട് കഴുകാനും എല്ലാം അവരെ പഠിപ്പിച്ചാൽ നമ്മൾ ഒരു സ്ഥലത്ത് പോയും ഇതുപോലെ പിള്ളേർ ഇതുപോലെ വൃത്തികേട് കാണിക്കില്ല. കുറച്ച് വളർന്നു വന്നാലും അവരത് തന്നെ പാലിക്കുകയുള്ളൂ. അപ്പോൾ എനിക്ക് ഇത്രേ പറയാനുള്ളൂ. നമ്മുടെ കുട്ടികളെ നമ്മൾ ചെറുപ്പത്തിലേ ശീലിക്കുന്നതാണ്. വലുതായാലും നമ്മൾ എവിടെയെങ്കിലും ചെന്നാലും, കല്യാണം കഴിച്ച് പോയാലും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ജോലിയായിട്ട് നമ്മൾ പുറത്തൊക്കെ പോയി ഒരു ഹോസ്റ്റലിലൊക്കെ ജീവിക്കേണ്ടി വന്നാലും നമ്മളെ മാറ്റി നിർത്തുന്നത് നമ്മളുടെ ഈ ശുചിത്വക്കുറവ് കൊണ്ടാണ്. അത് നമ്മളുടെ വീട്ടിൽ പഠിക്കുന്നതാണ്. നമ്മളുടെ വീട്ടിൽ നമ്മൾ എങ്ങനെ പഠിച്ചോ, നമ്മുടെ ചെറുപ്പകാലത്ത് ചെറിയ സമയത്ത് നമ്മൾ എന്താ പഠിക്കുന്നത് അത് നമ്മളുടെ മെമ്മറിയിൽ എന്തായാലും ഉണ്ടാവും. ഞാൻ ഇങ്ങനെ ആവണം, ഞാൻ ഇങ്ങനെ ചെയ്യണം, സ്വന്തമായിട്ട് ചെയ്യുക, ആരും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ മറ്റുള്ളവർക്കും അത് ബുദ്ധിമുട്ടാവും, കൂടെ താമസിക്കുന്നവർക്കും
കൂടെ ജോലി ചെയ്യുന്നവർക്കും കൂടെ ഉള്ളവർക്കും ഒക്കെ വളരെയധികം ബുദ്ധിമുട്ടാവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഇങ്ങനെ ശുചിത്വം പാലിക്കാനായിട്ട് നമ്മുടെ മക്കളെയും നമ്മളും ഒക്കെ പഠിച്ചിരിക്കണം എന്നുള്ളതാണ് ഇന്നത്തെ എൻ്റെ വിഷയം. അപ്പോൾ എല്ലാവർക്കും ശുഭദിനം, നല്ലത് വരട്ടെ. ഓക്കെ, ബൈ.